ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ചെടികൾ വളർത്താൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എപ്പോഴും അന്വേഷിക്കുന്ന കാര്യമാണ് പുതിയ വെറൈറ്റി ചെടികൾ. നല്ല മനോഹരമായിട്ട് പൂക്കൾ തരുന്ന പുതിയ വെറൈറ്റി ചെടികൾ ആരെപ്പോൾ ഏത് നഴ്സറി കണ്ടു കഴിഞ്ഞാലും അപ്പം തന്നെ എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുതിയ വെറൈറ്റി ചെടികളെ കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ കെയറിനെ കുറിച്ച് മനസ്സിലാക്കുക, പറ്റുമെങ്കിൽ ആ ഒരു ചെടി നമ്മുടെ തോട്ടത്തിൽ കൊണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ മനോഹരമായിട്ട് പൂക്കൾ തരുന്ന കുറച്ച് വെറൈറ്റി ചെടികൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ആശംസിക്കുകയാണ്. എല്ലാവരും വിഷുവിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് ലേറ്റ് ആക്കിയിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ ചെടികളെ പരിചയപ്പെടുത്തുന്ന സീരീസ് നമ്മൾ മുൻപ് തുടങ്ങിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. മുൻപത്തെ സീരീസിൽ നമ്മൾ ചെടികളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെടികൾ എവിടെ കിട്ടും, എന്ത് വില വരുന്നൊക്കെ. അപ്പോൾ ഒട്ടുമിക്ക നഴ്സറികളിലുള്ള പ്ലാന്റുകളൊക്കെയായിരുന്നു നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ്സ് ചിലപ്പോൾ എല്ലാ നഴ്സറികളിലും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ചില നഴ്സറികളിൽ മാത്രം അപൂർവമായിട്ട് കിട്ടുന്ന ചില പ്ലാന്റ്സും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചെടികൾ എവിടെ കിട്ടും എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഈ ചെടി കാണാം. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നടാം. അപ്പോൾ ഇങ്ങനെയും ചെടികളൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ചെടി പർപ്പിൾ കോൺഫ്ലവർ ആണ്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ കോൺഫ്ലവർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾക്ക് നല്ലൊരു സുഗന്ധവും കൂടാതെ അതിന് ചെറിയൊരു ഫ്ലേവറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂവിൻ്റെ ഇതളുകൾ നമുക്ക് ചായയിലിട്ടിട്ട് ചായ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഒരു യൂസ് കൂടിയുള്ള ഒരു പ്ലാന്റ് ആണിത്. ഒരു ഡെയ്സി ലൈക്ക് ഫ്ലവർ ആണ് പർപ്പിൾ കോൺഫ്ലവർ. ഡെയ്സിയുടെ പോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കൾ തന്നെയാണ് ഇതിലുണ്ടാവുക. വളരെ മനോഹരമായിട്ട് നല്ല ബുഷ് പോലെ ഉണ്ടായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. ഈസി ആയിട്ട് വളർത്താൻ പറ്റും, വൈൽഡായിട്ട് ഈ ചെടി വളരും എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. വിത്തുകൾ വീണിട്ടാണ് ഈ ചെടി ഉണ്ടാവുക. മറ്റുള്ള എല്ലാ ചെടികളും വളർത്തുന്ന പോലെ തന്നെ നന്നായിട്ട് ഡ്രെയിനേജ് ഉള്ള മണ്ണിലാണ് ഈ ചെടി വളരുക. ഡ്രെയിനേജ് കുറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ വലിപ്പം കുറയാറുണ്ട്, പൂക്കൾ പലപ്പോഴും ഉണ്ടാവാത്ത അവസ്ഥയും വരാറുണ്ട്. നന്നായിട്ട് സൂര്യപ്രകാശം ഉള്ള ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഒരു പാർഷ്യൽ ഷെയ്ഡുള്ള ഭാഗത്തും നമുക്ക് ഈസി ആയിട്ട് ഈ പർപ്പിൾ കോൺഫ്ലവർ വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു ചെടിക്ക് തന്നെ പല വ്യത്യസ്ത കളറുകളുള്ള സ്പീഷീസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി കളറുകൾ, ഈ യെല്ലോ, വൈറ്റ്, അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡുകൾ, ഇങ്ങനെ ഒരുപാട് നിറങ്ങളുള്ള പ്ലാന്റുകൾ വരാറുണ്ട്. പലപ്പോഴും ഓൺലൈനായിട്ടൊക്കെ ഇതിന് വിത്തുകൾ സെയിൽ ചെയ്യുന്നത് കാണാറുണ്ട്. നിങ്ങൾക്ക് ഇതിന് വിത്തുകൾ കിട്ടുന്നുണ്ടെന്ന് വളർത്തി നോക്കുക. അപ്പോൾ ഒരിക്കലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പ്ലാന്റ് നമ്മൾ കയ്യിൽ നിന്ന് പോകാറില്ല. കാരണം ഈ ഒരു ചെടി വിത്തുകൾ വീണ്ടും വീണ് മുളച്ചുണ്ടാവും. അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഒരിക്കലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി കാലങ്ങളോളം നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടാവും. അടുത്ത പ്ലാന്റ് ജാപ്പനീസ് ആൻഡ്രോമേഡയാണ്. ജാപ്പനീസ് ആൻഡ്രോമേഡ നമ്മുടെ ലില്ലി ഓഫ് ദ വാലിയുടെ പൂക്കളായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള ഒരു പ്ലാന്റ് ആണ്. പൂന്തോട്ടങ്ങളിലൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ടോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പ്ലാന്റ് ആയിട്ടോ അതും അല്ലെങ്കിൽ നമുക്കൊരു ഷ്രബ് ഗ്രൂപ്പിൻസ് ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഗ്രാസ് ലവിങ് പ്ലാന്റ് ആണ്. pH കുറഞ്ഞ ഒരു മണ്ണാണ് ഈ ഒരു പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ലില്ലി ഓഫ് ദ വാലിയുടെ പൂക്കളെല്ലാം ഒരുപാട് കുലകളായിട്ട് ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ ചെറിയ ബുഷായിട്ട് ഇരിക്കുന്ന ചെടിയിൽ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ക്രീമി വൈറ്റ് കളറുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ സീസണൊക്കെ മാറുന്ന സമയത്ത് ഇലകൾക്കും ബഡ്സിനൊക്കെ ചെറിയ നിറം മാറ്റം വരാറുണ്ട്. ചെറിയ ചുവപ്പ് കളറിലേക്കൊക്കെ അതിൻ്റെ ബഡ്സ് മാറി വരാറുണ്ട്. അപ്പോൾ അപൂർവമായിട്ട് പലരും ഈ പ്ലാന്റ് വളർത്തുന്നത് കാണാറുണ്ട്. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഈ ഒരു പ്ലാന്റ് കിട്ടുകയാണ് തീർച്ചയായിട്ടും വാങ്ങിച്ച് നടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പൂത്തിരിക്കുന്ന കാണുകയാണെങ്കിൽ നിങ്ങളൊരു കമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് നട്ടുപിടിപ്പിക്കുക. വെളുത്ത പോലെയുള്ള പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് വാങ്ങി നടാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ജാപ്പനീസ് ആൻഡ്രോമേഡ. അടുത്ത 1000 പെറ്റൽ ലോട്ടസ് ആണ്. 1000 ഇതളുണ്ടാവുന്ന താമര എന്നൊക്കെ പറയാൻ പറ്റും. വളരെ മനോഹരമായിട്ട് വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി താമരയാണ് 1000 പെറ്റൽ. നമുക്ക് വെള്ളത്തിൽ വളർത്തുന്ന ചെടികളോട് കുറച്ച് ഇഷ്ടമുണ്ട്. വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണിത്. താമര വെറൈറ്റിയിൽ ഏറ്റവും വലിയ പൂക്കൾ തരുന്ന, ഏറ്റവും കൂടുതൽ ഇതളുകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. മറ്റുള്ള വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾ വളർത്തുന്ന അതേ കെയർ കൊടുത്താൽ മതി. ഈ ചെടി ഒരിക്കലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി നശിച്ചു പോകത്തില്ല. നന്നായിട്ട് വേരുകൾ പടർന്ന് പിടിച്ചിട്ട് ഇഷ്ടം പോലെ റൈസം ഇതിൻ്റെ ചോട്ടിലുണ്ടായിട്ട് ഇഷ്ടം പോലെ തൈകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വിത്തുകളുണ്ടാവും. അതുപോലെ തന്നെ ഇതിലുള്ള റൈസും ഭാഗങ്ങളും നമുക്ക് നടാൻ ഉപയോഗിക്കാം. അല്പം എക്സ്പെൻസീവ് ആണ് ഈ ഒരു പ്ലാന്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ ഒരു പ്ലാന്റ് കാണാറില്ല. വാട്ടർ ലില്ലിയും അതുപോലെ ലോട്ടസ് ഒക്കെ വളർത്തുന്ന ആളാണ്, അതുപോലെ തന്നെ അങ്ങനത്തെ കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ ഉണ്ടാവേണ്ട ഒരു പ്ലാന്റ് ആണിത്. ഒരുപാട് ചീറ്റിങ്ങും ഈ ഒരു പ്ലാന്റിൻ്റെ പേരിൽ നടക്കാറുണ്ട്. 1000 പെറ്റലാണെന്നുള്ള പേരിൽ മറ്റുള്ള നോർമൽ ലോട്ടസിൻ്റെ റൈസം കൊടുത്തിട്ട് ഒരുപാട് പേര് ചീറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല ജെന്യുവനായിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്ന് മാത്രം ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരു എക്സ്ട്രാ അട്രാക്ഷൻ നിങ്ങളുടെ ഗാർഡന് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ 1000 പെറ്റൽ ലോട്ടസ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് കൂടി വളർത്താൻ ശ്രമിക്കുക.
അടുത്ത പ്ലാന്റാണ് ഡിന്നർ പ്ലേറ്റ് ഡാലിയ. ഡിന്നർ പ്ലേറ്റ് ഡാലിയ എന്ന് പറയാനുള്ള കാരണം ഇത് അത്യാവശ്യം വലിയ പൂക്കൾ തരുന്ന ഡാലിയ വെറൈറ്റിയാണ്. ഡാലിയ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം കൂടുതൽ കെയർ ആവശ്യമുള്ള പ്ലാന്റാണ്. ഈ ഒരു ഡാലിയയ്ക്ക് ഞാൻ തീരെ കെയർ ആവശ്യമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം കെയർ ആവശ്യമാണ്. നമ്മൾ സാധാരണ ഡാലിയ നമ്മുടെ തോട്ടങ്ങളിൽ വളർത്തി ശീലമുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിന്നർ പ്ലേറ്റ് ഡാലിയ വളർത്താൻ പറ്റും. ഡിന്നർ പ്ലേറ്റ് ഡാലിയ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പൂക്കൾ തരുന്ന ഹൈബ്രിഡ് ഡാലിയകളെയാണ് ഡിന്നർ പ്ലേറ്റ് ഡാലിയ എന്ന് വിളിക്കാറ്. ഒരുപാട് വെറൈറ്റികൾ വരാറുണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഹമാരി ഗോൾഡ്. അതുപോലെ തന്നെ വേറെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പക്ഷേ പൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടിയെ മറ്റുള്ള ചെടികളിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഡിന്നർ പ്ലേറ്റ് ഡാലിയകൾ. അതുപോലെ തന്നെ മറ്റുള്ള ഡാലിയകളെ അപേക്ഷിച്ച് കുറച്ചധികം വളവും കുറച്ചധികം വെയിലും ഈ ഒരു പ്ലാന്റിന് ആവശ്യമാണ്. നിർവാർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങ് ഭാഗം ചീച്ചിൽ വന്ന് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഓർക്കുക. ഡാലിയ വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാലിയയ്ക്ക് മറ്റുള്ള ചെടികളെ പോലെ തന്നെ നന്നായിട്ട് നീർവാർച്ച ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഡിന്നർ പ്ലേറ്റ് ഡാലിയയ്ക്ക് നന്നായിട്ട് വളവും ആവശ്യമാണ്. വളം കൂടുതൽ ആവശ്യമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് വളം ചെയ്ത് കൊടുക്കാൻ പാടില്ല, മിതമായ രീതിയിൽ. എന്നാൽ മറ്റുള്ള ഡാലിയ വെറൈറ്റികൾ കൊടുക്കുന്നതിനേക്കാളും അല്പം കൂടുതൽ വളം ഈ ഒരു പ്ലാന്റ്സിന് ആവശ്യമാണ്. ഏറ്റവും അവസാനം പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റാണ് ഡക്ക് ഫ്ലവർ. നന്നായിട്ട് പൂക്കൾ തരുന്ന വള്ളിച്ചെടിയായിട്ട് പടർന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ഡക്ക് ഫ്ലവർ. പക്ഷേ ഇതിനൊരു മൈനസ് പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ മൈനസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കളുടെ മണം അത്ര സുഗന്ധമുള്ള ഒരു മണമല്ല. ചെറിയൊരു ദുർഗന്ധം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. പക്ഷേ കാണാൻ കാഴ്ചയിൽ ഭയങ്കര മനോഹരമായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. അത്യാവശ്യം നല്ല വലിയ പൂക്കൾ തന്നെയാണ് ഇതിലുണ്ടാവുക. വലിയ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയേക്കാളും അല്പം കൂടി വലിപ്പമുള്ള പൂക്കളാണ് ഡക്ക് ഫ്ലവർ. നമുക്ക് വള്ളിച്ചെടിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്ക് വളർത്തിയെടുക്കാം. സ്മെല്ലൊന്നും വല്ലാതെ നമ്മൾ ബാധിക്കാത്ത ഭാഗങ്ങൾ വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഫുൾ സൺ കിട്ടുന്ന ഭാഗങ്ങളിലും അതുപോലെ പാർഷ്യൽ ഷെയ്ഡ് കിട്ടുന്ന ഭാഗങ്ങളിലും ഫുൾ ഷെയ്ഡ് കിട്ടുന്ന ഭാഗങ്ങളിലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഈ ഒരു ഡക്ക് ഫ്ലവർ വളർത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. പക്ഷേ ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പലർക്കും അരോചകമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഒരു ഭൂരിഭാഗം പേരും ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താറില്ല. പക്ഷേ നമുക്ക് അതൊന്നും പ്രശ്നമില്ല. നമുക്ക് നന്നായിട്ട് പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഡോർ ആയിട്ടും ഡക്ക് ഫ്ലവർ വളർത്തിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഡക്ക് ഫ്ലവറിന് ആവശ്യമുള്ളത്. പറന്ന് കയറാൻ വേണ്ടി എന്തെങ്കിലും കേജോ അല്ലെങ്കിൽ ഒരു താങ്ങോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നല്ലി പിടിച്ച് കയറിയിട്ട് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണിത്. മാസത്തിൽ ഒരിക്കലും ചെറിയ വളപ്രയോഗം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് വാങ്ങിച്ച് നടാം. ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ ഇതിൻ്റെ തൈകൾ പല സൈറ്റുകളിലും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ സ്മെല്ലൊന്നും വിഷയമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂന്തോട്ടം ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഡക്ക് ഫ്ലവർ. അപ്പോൾ ഇത്രയും ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചെടികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.